നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. SFIO അന്വേഷണത്തിനെതിരെ CMR ഇപ്പോൾ ഹൈക്കോടതിയിലെത്തിയതായ ഒരു വാർത്ത ലഭിക്കുന്നുണ്ട്. ചട്ടവിരുദ്ധമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ള വെപ്രാളപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഹൈക്കോടതിയിൽ CMR നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണം 2 ആഴ്ചയ്ക്കകം തന്നെ പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടക്കുന്നുവെന്ന് SFIO കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ട വിധത്തിലുള്ള തെളിവ് ശേഖരണമൊക്കെ തന്നെ പൂർത്തീകരിച്ചു എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ ഘട്ടത്തിൽ SFIO നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഏറ്റവും ഒടുവിൽ എല്ലാ തെളിവും ശേഖരിച്ച് അവസാനം പ്രതികളെയൊക്കെ തന്നെ പിടികൂടാനുള്ള ഒരു നീക്കത്തിലേക്ക് നിലവിൽ SFIO കേന്ദ്ര ഏജൻസി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. സർക്കാർ അനുമതി നൽകി കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടിയടക്കം ആരംഭിക്കാമെന്നുള്ള ഒരു സൂചനയും SFIO മുന്നോട്ട് വയ്ക്കുന്നു. കേന്ദ്രത്തിന് 2 ആഴ്ചയ്ക്കകം തന്നെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുമെന്നുള്ള ഉറപ്പ് SFIO വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ SFIO സത്യവാങ്മൂലവും നൽകി. അന്വേഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRലാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയിലാണ് SFIO സത്യവാങ്മൂലം നൽകിയതും കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നതും. ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലെന്നും സ്വതന്ത്രമായ ഒരു അന്വേഷണമാണ് നിലവിൽ തങ്ങൾ നടത്തിയെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. സ്വതന്ത്രമായി നടത്തിയ അന്വേഷണത്തിൽ ഇനി കേസെടുക്കണോ നടപടികളുമായി മുന്നോട്ട് പോകണോ എന്നുള്ളത് തങ്ങളല്ല തീരുമാനിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കൃത്യമായൊരു തീരുമാനത്തിലേക്ക് കടക്കും. അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ള വ്യക്തമായ സൂചന ഇതിനോടകം തന്നെ വീണാ വിജയനും അതുപോലെ CMRലും നൽകുന്നുണ്ട്. CMRന്റെ ഹർജി തള്ളണമെന്ന് SFIO വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ, CMRൽ ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്ത എന്നിവരടക്കം 20ഓളം പേരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. CMRലെ കമ്പനി സെക്രട്ടറി P. സുരേഷ് കുമാറിനെ 7 തവണ തന്നെ ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രിയെയും CPMനെയും ഒക്കെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെന്നുള്ളത്. പ്രത്യേകിച്ചും SFIO കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് അതെന്തായിരുന്നാലും ഗുരുതരമായ റിപ്പോർട്ടായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ നടപടി വന്നു കഴിഞ്ഞാൽ അതിനെ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം കേരളത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ തന്നെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. BJPക്കും അത് വീണ് കിട്ടിയ വടിയായി തന്നെ എടുത്ത് ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. CPMനെ സംബന്ധിച്ച് പുതിയൊരു തലവേദന കൂടി ഇങ്ങനെ ഉയർന്നു വരാൻ പോവുകയാണ്. 2 ആഴ്ച കാലം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. പാർട്ടിയാണ് വീണയ്ക്കെതിരെയുള്ള ആരോപണത്തെയൊക്കെ ഇത്രയും കാലം പ്രതിരോധിച്ചു കൊണ്ടിരുന്നത്. ഒരുപക്ഷെ വീണ കുറ്റക്കാരിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഇനി എത്ര പ്രതിരോധം തീർക്കാൻ MV ഗോവിന്ദന് സാധിക്കുമെന്നുള്ള ചോദ്യം മാത്രമാണ് പ്രസക്തമായിട്ടുള്ളത്. കയ്യും കളവോടും കൂടി കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നീതിന്യായ വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് CPM പോകുന്നുവെന്ന് വളച്ചൊടിക്കാൻ പ്രതിപക്ഷവും തയ്യാറാകും. അങ്ങനെ വരുമ്പോൾ ഈ സംരക്ഷണ കവചം ഉടൻ തന്നെ അഴിഞ്ഞു വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീണാ വിജയനെ ഉന്നം വയ്ക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നന്നെയില്ല. അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. SFIO ഒരു സ്വതന്ത്രമായ അന്വേഷണം നടത്തുന്നുവെന്നും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണവുമായി ഇതിനൊരു ബന്ധവും കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് SFIO പറയുന്നത്. അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ ഹർജിക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയൂ. അതുകൊണ്ട് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് SFIO ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നത്. മാസപ്പടി കേസിൽ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി ഹൈക്കോടതിയെ CMR സമീപിച്ചത്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ അന്വേഷണം നിയമവിരുദ്ധമാണെന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഷോൺ ജോർജിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ ഇപ്പോൾ അന്വേഷണം നടത്തിയെന്നാണ് പറയുന്നത്. സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം. പക്ഷേ രഹസ്യരേഖകൾ ഷോൺ ജോർജിന് എങ്ങനെ കിട്ടിയെന്നാണ് CMR ചോദിക്കുന്നത്. പരാതിക്കാരനായ ഷോൺ ജോർജ് കേസുമായി ബന്ധമില്ലാത്ത 3ാം കക്ഷിയാണ്. CMRന്റെ ഹർജി ദില്ലി ഹൈക്കോടതി തിങ്കളാഴ്ച എന്തായിരുന്നാലും വീണ്ടും വാദം കേൾക്കാനായിരിക്കുക കൂടിയാണ്. കമ്പനി നിയമത്തിന്റെ പല വ്യവസ്ഥകളും എക്സാലോജിക്ക് ലംഘിച്ചുവെന്ന് പ്രാഥമിക അന്വേഷണത്തിലൂടെ തന്നെ കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് ഈ വർഷം ജനുവരിയിൽ അന്വേഷണത്തിനുള്ള ശുപാർശ നൽകിയതായി SFIO തന്നെ പറയുന്നത്. 1 വർഷമാകാൻ എത്തിയിരിക്കുന്നു. അതിനിടയിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നു. ആദ്യം 8 മാസം സമയം നൽകി, പിന്നീട് സമയപരിധി നീട്ടി നൽകിയെന്നുള്ള സൂചനയും ലഭിക്കുന്നു. CMR നൽകിയ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. അപ്പോഴാണ് സത്യവാങ്മൂലവും സമർപ്പിച്ചത്. BJP നേതാവും അഭിഭാഷകനുമായിട്ടുള്ള ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനുവരി 31-നാണ് SFIO സ്വതന്ത്രമായ ഒരു അന്വേഷണം ആരംഭിച്ചത്. ഇതിനെതിരെയാണ് KCDC ആദ്യം കേരള ഹൈക്കോടതിയിൽ ഹർജി പങ്കുവച്ചത്. ആ ഹർജി പൂർണ്ണമായും തള്ളിയിരുന്നു. CMRലുമായി എക്സോളജിക്ക് ഉൾപ്പെടെയുള്ള കമ്പനികൾ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് അന്വേഷിച്ചിരുന്നു.
ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മടിച്ച CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയെ ED വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്തത്. ED കൂടി രംഗത്ത് വന്നപ്പോൾ പിടിമുറുകി എന്ന കാര്യത്തിൽ ഉറപ്പായി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ CMRL അങ്ങനെ ഡൽഹി ഹൈക്കോടതിയിൽ അഭയം പ്രാപിച്ചു. കേവലം IT സേവനങ്ങളുടെ പേരിൽ CMRL വീണയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് തന്നെയാണ് ഇതിൽ വലിയ സംശയമായി മാറിയിട്ടുള്ളത്. 2017 ജനുവരിയിലാണ് IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി CMRLൽ വീണ വിജയന്റെ നിയമനം നടന്നത്. മാർച്ചിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെയിൻ്റനൻസ് എന്ന പേരിൽ എക്സാലോജിക്കുമായും CMRL കരാറിലേർപ്പെട്ടു. വീണയ്ക്ക് ഓരോ മാസവും 5 ലക്ഷം രൂപയും എക്സാലോജിക്കിനായി 3 ലക്ഷം രൂപയും വീതമാണ് പ്രതിഫലമായി നൽകുന്നത്. 2016 മുതൽ 18 വരെ 1,72 ലക്ഷം രൂപയാണ് CMRL വീണയ്ക്കും എക്സാലോജിക്കിനും വേണ്ടി കൈമാറിയത്. ഈ പണം ചെയ്യാത്ത സേവനത്തിന് നൽകിയെന്നും ഇതൊരു മാസപ്പടിയാണെന്നുമുള്ള ആരോപണമാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.